പ്രവാസ ലോകത്തെ വാർത്തകളുമായി മിഡിസ് ടവറിലേക്ക് സ്വാഗതം. ബന്ദിമോചനത്തിന് മന്ത്രിസഭയിലെ ഒരു വിഭാഗം തടസ്സം നിൽക്കുന്നത് പ്രതിഷേധാർഹമെന്ന് ബന്ധുക്കൾ. ഇസ്രായേൽ വിരുദ്ധ വെടിനിർത്തൽ കരാറിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ രാജി കൈമാറുമെന്ന് ജൂത പവർ പാർട്ടി നേതാവും മന്ത്രിയുമായ ബെൻ ഗവർ പ്രഖ്യാപിച്ചു. 33 ബന്ദികളുടെ പട്ടിക ലഭിക്കാതെ വെടിനിർത്തൽ കരാർ നടപടി ആരംഭിക്കില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു. അതിനിടെ ടെലവീവിൽ ഫലസ്തീൻ പോരാളിയുടെ കുത്തേറ്റ ഇസ്രായേൽ യുവാവ് കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി MC നാസർ ചേരുകയാണ്. നാസർ, ഇനിയൊരു രാത്രി പുലരേണ്ട ഒരു സമയം മാത്രമേയുള്ളൂ. നാളെ പ്രാദേശിക സമയം 8:30 മുതൽ വെടിനിർത്തൽ നടപ്പാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ ബെൻ ഗവർ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ രാജി കൈമാറുമെന്ന് അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ഇതിനെതിരെ നിലകൊള്ളുന്നു എന്നതാണ്. അപ്പോൾ നെതന്യാഹുവിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? മോചിപ്പിക്കുന്ന ബന്ദികളുടെ വിവരങ്ങൾ കൈമാറാതെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും നെതന്യാഹു? ദിവ്യ, തീർച്ചയായിട്ടും ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അമേരിക്കയുടെ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കരാറിൽ നിന്ന് പിറകോട്ട് പോകാൻ ഇനി നെതന്യാഹുവിന് സാധിക്കുകയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമ്പൂർണ്ണ മന്ത്രിസഭ യോഗം ചേരുകയും ഈ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബെൻ ഗവറും സ്മോട്രിക് ഉൾപ്പെടെ 6 മന്ത്രിമാർ ഈ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി. കാരണം ഹമാസിനെ പൂർണ്ണമായിട്ടും തകർച്ച ചെയ്യും, അതിനെ പൂർണ്ണമായിട്ട് തുരത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പിന്നിട്ട 15 മാസങ്ങളായിട്ട് നാം യുദ്ധം നയിച്ചത്. പക്ഷേ ആ യുദ്ധത്തിലൊടുവിൽ ഹമാസുമായി ഒരു കൈകോർക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാർ ഇസ്രായേലിൻ്റെ പൊതു താല്പര്യങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കും. ബന്ദികളുടെ മോചനം എന്നത് ഒരു പ്രധാന അജണ്ട തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇസ്രായേലിൻ്റെ അസ്തിത്വവും ഇസ്രായേലിൻ്റെ ഭാവിയും തകരാറിലാക്കുന്ന ഈ കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ബെൻ ഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും ഈ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയത്. പക്ഷേ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോവുകയല്ലാതെ തനിക്ക് മുമ്പിൽ മറ്റൊരു മാർഗമില്ല എന്ന് നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം 33 ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 42 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ഈ ബന്ദികളുടെ പൂർണ്ണമായിട്ടുള്ള പട്ടിക ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കരാറുമായിട്ട് തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഏറ്റവും അവസാനം ഇപ്പോൾ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും അതോടൊപ്പം തന്നെ ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് രാത്രി വീണ്ടും യോഗം ചേരുന്നുണ്ട്. ഹമാസ് നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. പക്ഷേ അതേസമയം ഈ ആക്രമണം വലിയ തോതിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ജീവനോടെയുള്ള ബന്ദികൾ ആരൊക്കെയൊന്നും അവരെ എവിടെയൊക്കെ ആണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചില സാങ്കേതിക തടസ്സം മാത്രമാണ് ഉള്ളത്. അത് നാളെ ഈ വെടിനിർത്തൽ കരാർ നടപ്പിലാകുന്നതോടുകൂടി തന്നെ പൂർണ്ണമായിട്ടുള്ള ചിത്രം കൈമാറാം, പൂർണ്ണമായിട്ടുള്ള പട്ടിക കൈമാറാം എന്നുകൂടി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഈ കരാറിന് വിരുദ്ധമായിട്ടുള്ള ഈ കരാർ നടപ്പാക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. പക്ഷേ ഓരോ ഉടക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കരാറിൽ നിന്ന് അല്ലെങ്കിൽ താൻ അകപ്പെട്ടിരിക്കുന്ന ആഭ്യന്തര സമ്മർദ്ദത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയാണ് നെതന്യാഹു ഇപ്പോൾ പോലും ശ്രമങ്ങൾ തുടരുന്നത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷം വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഗസയിൽ നടത്തിയതും ഒരുപക്ഷെ ഹമാസിനെ കൊണ്ട് ഈ കരാറിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു അത്തരം ഒരു നടപടി എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും കരാർ ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ നാളെ കാലത്ത് പ്രാദേശിക സമയം 8:30 മണിയോടുകൂടി തന്നെ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്നത്. തെല്ലവീവിൽ ഈ മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളെ സ്വീകരിക്കാൻ വേണ്ടി വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മോചിപ്പിക്കപ്പെടുന്ന തടവുകാർക്ക് വേണ്ടി അവരെ വിട്ടയക്കാനുള്ള നടപടിക്രമങ്ങൾ ഇസ്രായേൽ ജയിലുകൾ കേന്ദ്രീകരിച്ചും പുരോഗമിക്കുകയാണ്. ദിവ്യ, നാസർ, ആദ്യഘട്ടത്തിൽ എത്രത്തോളം ബന്ദികളെയാണ് രണ്ട് വിഭാഗം ഇസ്രായേലും ഹമാസും പരസ്പരം കൈമാറുക? 33 ബന്ദികളെ കൈമാറാമെന്നാണ് ഇസ്രായേൽ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 98 ബന്ദികളാണ് ഇപ്പോൾ തങ്ങളുടെ കൈവശമുള്ളത് എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് അറിയിച്ചിരിക്കുന്നത്. 100-ലേറെ ബന്ദികൾ ഉണ്ട് എന്നൊരു വാദം ഇസ്രായേൽ ഉയർത്തുന്നുണ്ട്. പക്ഷേ ചില ബന്ദികൾ നേരത്തെ ഇസ്രായേലിൻ്റെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാര്യവും അവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ കൈമാറാമെന്നുകൂടി ഹമാസ് നേതൃത്വം ഈ കരാറിൻ്റെ ഭാഗമായി തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഘട്ടങ്ങളായിരിക്കും നടക്കുക. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നാളെ മോചിപ്പിക്കപ്പെടുന്ന 3 ബന്ദികൾ സ്ത്രീകളായിരിക്കും.
അതോടൊപ്പം തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരായിരിക്കും, പിന്നെ പ്രായം 50 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. അതിൽ ഏതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക ഇതിനകം തന്നെ ഹമാസ് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏതൊക്കെ ബന്ദികൾ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിലുള്ള ഒരു അവ്യക്തത ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ അതിൽ കൃത്യത വരുത്താൻ തങ്ങൾക്ക് ചില പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് എന്ന കാര്യം കൂടിയാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്കും ഇസ്രായേൽ പ്രതിനിധികൾക്കും അത് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഇത്തരം വാദങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ട് ഈ 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാനുള്ള അവസാനഘട്ട നീക്കം കൂടിയാണ് ഇപ്പോൾ നെതന്യാഹു നടത്തുന്നത്. പക്ഷേ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ഈ മേൽനോട്ട സമിതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അത്തരം വാദങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ട്രംപ് 20-ന് അധികാരമേൽക്കുകയാണ്. ട്രംപിന്റെ ഉദ്യോഗസ്ഥരും നിരന്തരമായി തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കാരണം ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഈ ഗസ വെടിനിർത്തൽ കരാർ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ തങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകും, അതുമായി സഹകരിക്കണമെന്ന് കൂടിയാണ് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കരാർ എന്നത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ട്രക്കുകൾ അതിർത്തി കേന്ദ്രീകരിച്ച് സജ്ജമായി നിൽക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. കാരണം നിത്യം 600 ട്രക്കുകൾ വീതം ഗസയിലേക്ക് വിടാനുള്ള ഒരു തീരുമാനം ഈ കരാറിന്റെ ഭാഗമാണ്. കാരണം പിന്നിട്ട മാസങ്ങളായി തന്നെ പട്ടിണിയും വലിയ തോതിലുള്ള ദുരിതങ്ങളും പേറുന്ന ഗസയിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രക്കുകളിലൂടെ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, അതോടൊപ്പം തന്നെ കുടിവെള്ളം എന്നിവ എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. പക്ഷേ ഈ സഹായ വസ്തുക്കൾ നൽകുന്നതിന് പോലും എതിരാണ്. അത്തരം സഹായ വസ്തുക്കൾ ഈ ഘട്ടത്തിൽ കൈമാറിയാൽ അത് ഹമാസിനെ കൂടുതൽ ശക്തി സംഭരിക്കാൻ പ്രേരിപ്പിക്കുമെന്നൊരു വാദമുഖം കൂടി സ്മോട്രിക് എന്ന് ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അക്കാര്യം പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ചില ഉറപ്പുകൾ നെതന്യാഹു നൽകിയതിന്റെ പേരിൽ തൽക്കാലം മന്ത്രിസഭയിൽ നിന്ന് താൻ രാജിവെക്കുകയില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സ്മോട്രിക്, ധനമന്ത്രി കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്നാൽ സുരക്ഷാ വിഭാഗത്തിന് ചുമതലയുള്ള ബെൻഗവിർ തന്റെ പാർട്ടി നാളെ രാവിലെ രാജി സമർപ്പിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ അല്പം മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദങ്ങളും ഈ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മറ്റൊരു സാധ്യത ഇസ്രായേലിന്റെ മുമ്പാകെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 15 മാസത്തിലേറെയായി തുടരുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ പരിഷ്കൃത സമൂഹം കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കുരുതിക്ക് കൂടിയായിരിക്കാം നാളെയോടുകൂടി അവസാനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഒരു രാത്രി പുലരുന്നതിനെ എത്രത്തോളം പ്രതീക്ഷയോടുകൂടി, ആകാംക്ഷയോടുകൂടിയാണ് ഗസയിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്? ദിവ്യ, നമുക്കറിയാൻ സാധിക്കും ഈ കരാർ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ഖാൻ യൂനിസിലും ദേർ ബലാഹിലും അതോടൊപ്പം തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലും ആയിരങ്ങളാണ് ഫലസ്തീൻ ജനത തെരുവിലിറങ്ങി തങ്ങളുടെ ആഹ്ലാദാരവം പ്രകടിപ്പിച്ചത്. ദൈവത്തിന് അവർ സ്തുതി പറഞ്ഞു. ലോക രാജ്യങ്ങൾക്ക് അവർ നന്ദി പ്രകാശിപ്പിച്ചു. കാരണം ഇത്രയും കുടിലമായിട്ടുള്ള ഒരു ആക്രമണം, ഏതാണ്ട് 46,800-ലധികം പേർ കൊല്ലപ്പെട്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ, ആ വംശഹത്യക്കിടയിലും ഒരർത്ഥത്തിൽ പോലും ചിതറിപ്പോകാതെ, തങ്ങളുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്താതെ, തങ്ങളുടെ ഇച്ഛാശക്തി ബലി കൊടുക്കാതെ ആ ജനത പിടിച്ചു നിൽക്കുകയായിരുന്നു. എല്ലാ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും ഈ വൻശക്തി രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി നടന്ന ഈ വംശഹത്യക്കെതിരെ ഈ സാധാരണ ചെറിയ മനുഷ്യർ തദ്ദേശീയമായിട്ടുള്ള തങ്ങൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളിലൂടെ ഈ വൻശക്തികൾക്കെതിരെ പൊരുതുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നിട്ട 15 മാസങ്ങളായിട്ട് ലോകം കണ്ടത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും തങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി തങ്ങളുടെ മണ്ണിൽ തന്നെ തങ്ങൾ നിലയുറപ്പിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ ഒരുക്കമല്ല. എന്ത് ബോംബുകൾ വർഷിച്ചാലും അതിനെതിരായി തന്നെ ഈ ജനത ഇവിടെ ഉണ്ടാകുമെന്ന ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് പിന്നിട്ട 15 മാസങ്ങളായിട്ട് നമ്മൾ കണ്ടത്. ലോകത്തെ ഒരു ജനതയ്ക്കും ഈ അർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം കൂടിയാണ് ആ ജനത ഉറപ്പിച്ചു പറഞ്ഞത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എന്നത്, ഹമാസുമായിട്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ കരാർ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ ജനത തങ്ങളുടെ മണ്ണിൽ തന്നെ തങ്ങൾ ഉണ്ട് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ പിന്നിട്ട മാസങ്ങളിൽ അനുഭവിച്ചിരിക്കുന്ന കൊടും ക്രൂരതകൾക്ക്, ദുരിതങ്ങൾക്ക്, ഇതിനൊക്കെയും താൽക്കാലികമായി മാത്രമാണ് ഇപ്പോൾ അന്ത്യം വരാൻ പോകുന്നതെന്ന തിരിച്ചറിവും ആ ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദാരവങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. നാളെ വിട്ടയക്കുന്ന ഈ തടവുകാരുടെ കാര്യത്തിൽ അവരെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ഗസയിൽ ഉടനീളം പുരോഗമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. പലരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചവരെ പോലും നാളെ മുതൽ ഇസ്രായേൽ വിട്ടയക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അങ്ങനെ അവരെ
സ്വീകരിക്കാൻ തങ്ങളുടെ പോരാളികൾക്ക് വലിയ വീരോചിതമായിട്ടുള്ള സ്വീകരണം ഒരുക്കാനുള്ള ഒരു നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി വൻശക്തി രാജ്യങ്ങളുടെയും അറബ് മുസ്ലിം രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയുള്ള നടപടിക്രമങ്ങൾക്കും ഗസയിലെ ഈ ജനത ഇപ്പോൾ അതിനായിട്ടുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചു വരികയാണ്. അതുകൊണ്ട് ലോകം എത്ര കണ്ട് തങ്ങൾക്കെതിരായി നിന്നാലും വീണ്ടും ഗസയെ തങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രതിജ്ഞ ഏറ്റുചൊല്ലുക മാത്രമല്ല, അതിനുള്ള പദ്ധതികളും പ്രായോഗികമായിട്ടുള്ള നടപടികളുമാണ് ഗസയിലെ ഈ സാധാരണ മനുഷ്യർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ, യെസ്, പക്ഷേ ആ പ്രതീക്ഷകൾക്ക് മേലൊക്കെ ഇപ്പോഴും ഈ അവസാന മണിക്കൂറിലും ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് മേലൊക്കെ ഒരു കരിനിഴൽ പടരുന്നുണ്ടോ ഇപ്പോൾ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം പിന്നിട്ട പല ഘട്ടങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് കരാർ രൂപപ്പെടുത്തിയാലും അതിനെ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നെതന്യാഹു നടത്തും. കാരണം പ്രത്യേകിച്ച് ഈ 15 മാസം പിന്നിട്ട ഒരു ഘട്ടത്തിൽ ഈ യുദ്ധത്തിലൂടെ എന്ത് നേടിയെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ഉള്ളിൽ ഉയരുന്നുണ്ട്. ഇസ്രായേൽ ജനതയിലും ഇസ്രായേൽ പൊതുസമൂഹത്തിലും ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വത്തിലും വലിയ ആശങ്കകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും കാലം തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നതും പറഞ്ഞിരുന്നതും ഹമാസിനെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കും, ഗസയിൽ പൂർണ്ണമായി തങ്ങളുടെ ആധിപത്യത്തിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ഹമാസുമായി തന്നെ ഈ കരാർ രൂപപ്പെടുത്തേണ്ടി വരുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും ഒരു പക്ഷേ ഈ കരാർ നടപ്പാകുന്നതിനെ തങ്ങൾ എതിർക്കുന്നത്. കാരണം അതേസമയം ബന്ദികളുടെ ബന്ധുക്കൾ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ പോലും രംഗത്തുണ്ട്. കാരണം ഈ കരാർ നടപ്പാകാതെ ഈ ബന്ദികൾ ജീവനോടുകൂടി തിരിച്ചു കിട്ടില്ല എന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ ജനത ഇപ്പോൾ പോലും തെരുവിൽ ഈ കരാറിന് വേണ്ടി പൊരുതുന്നത്. അതുകൊണ്ട് ആ വിഭാഗീയത ഇസ്രായേലി സമൂഹത്തിൽ രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിശ്ചിത താല്പര്യത്തിന്റെ പുറത്ത് മാത്രമാണ് ഇത്രയും മാസങ്ങൾ. കാരണം 2024 മെയ് മാസത്തിലാണ് ജോ ബൈഡൻ ഈ കരാർ മുന്നോട്ട് വെച്ചത്. ആ കരാർ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ 8 മാസത്തിനിപ്പുറം നടപ്പാക്കാനുള്ള ഒരു സന്നദ്ധത ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും എന്തൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും അതൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ ട്രംപ് ഭരണകൂടം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ കരാറിന്റെ പ്രയോഗവൽക്കരണവും വിജയവും. ദിവ്യ, യെസ്, എന്തായാലും ലോകം ഒന്നാകെ കാത്തിരിക്കുകയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയിലേക്ക്. നാളെ ഗസയിലെ പ്രാദേശിക സമയം രാവിലെ 8:30 മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. വിവരങ്ങളാണ് MC നാസർ നൽകിയത്. അബുദാബി പോലീസ് ഇനി മുതൽ അറസ്റ്റ് പരിശോധനാ നടപടികൾ യൂണിഫോമിൽ ഘടിപ്പിച്ച ക്യാമറകളിൽ ചിത്രീകരിക്കും. പോലീസ് നടപടികൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഇത്തരത്തിൽ ചിത്രീകരണം നടത്തുമ്പോൾ പിന്തുടരേണ്ട ചട്ടങ്ങളും അബുദാബി പോലീസ് പുറത്തിറക്കി. അറസ്റ്റ്, പരിശോധനകൾ എന്നിവ ചിത്രീകരിക്കുമ്പോൾ യൂണിഫോമിൽ എല്ലാവർക്കും കാണാവുന്ന വിധമാണ് ക്യാമറ ഘടിപ്പിക്കേണ്ടത്. നടപടികൾ ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്ന വിവരം പിടിയിലാകുന്നവരെയും പരിശോധിക്കപ്പെടുന്നവരെയും അറിയിക്കണം. ചിത്രീകരിച്ച ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഒരു മാറ്റവും വരുത്താതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും പോലീസിൻ്റേതാണ്. ഇത്തരത്തിൽ പകർത്തുന്ന ദൃശ്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയോടുകൂടി മാത്രമേ പ്രസിദ്ധീകരിക്കാനോ പ്രസിദ്ധീകരണത്തിന് നൽകാനോ പാടുള്ളൂ എന്നും ഇതു സംബന്ധിച്ച ചട്ടങ്ങളിൽ പോലീസ് വ്യക്തമാക്കി. മീഡിയ 1 അബുദാബി. ദുബൈയിലെ റോഡ് ചുങ്കം സംവിധാനമായ സാലക്കിന്റെ നിരക്ക് മാറ്റം ഈ മാസം 31 മുതൽ നിലവിൽ വരും. തിരക്കേറിയ സമയങ്ങളിൽ നിരക്ക് 6 ദിർഹമായി ഉയരും. രാത്രി 1-ന് ശേഷം സൗജന്യമായി സാലിക് ഗേറ്റിലൂടെ കടന്നുപോകാം. പ്രവൃത്തി ദിവസങ്ങളിൽ തിരക്കേറിയ സമയമായ രാവിലെ 6 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയുമാണ് ടോൾ നിരക്ക് 6 ദിർഹമാവുക. നിലവിൽ എല്ലാ സമയത്തും 4 ദിർഹമാണ് ഈടാക്കുന്നത്. ജനുവരി 31-ന് ശേഷം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മുതൽ പുലർച്ചെ 1 മണി വരെയും 4 ദിർഹം എന്ന നിരക്ക് തുടരും. ദേശീയ അവധിയോ പ്രത്യേക ദിവസങ്ങളോ അല്ലാത്ത ഞായറാഴ്ചകളിലും ടോൾ നിരക്ക് 4 ദിർഹമായിരിക്കും. എല്ലാ ദിവസവും രാത്രി 1 മുതൽ രാവിലെ 6 വരെയാണ് ടോൾ സൗജന്യമാവുക. റമദാനിൽ നിരക്ക് മാറ്റത്തിൻ്റെ സമയത്തിലും മാറ്റമുണ്ടാകും. റമദാനിലെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് 6 ദിർഹം ഈടാക്കുന്നത്. രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 5 മുതൽ പുലർച്ചെ 2 വരെയും 4 ദിർഹമായിരിക്കും നിരക്ക്. റമദാനിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 2 മണി മുതൽ രാവിലെ 7 മണി വരെയായിരിക്കും ടോൾ സൗജന്യമാവുന്നത്. റമദാനിലെ ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ പുലർച്ചെ 2 മണി വരെ 4 ദിർഹമായിരിക്കും നിരക്ക്. പുലർച്ചെ 2 മുതൽ രാവിലെ 7 വരെ ടോൾ സൗജന്യമാകും. മീഡിയ 1 ദുബായ്.
UAEയുടെ ദേശീയ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റെയിലിന്റെ യാത്രാ സേവനത്തിന് ടെൻഡർ ക്ഷണിച്ചു. റെയിൽപാതയുടെ സിവിൽ ജോലികൾ, സ്റ്റേഷൻ പാക്കേജുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമുള്ള നടപടിക്കാണ് തുടക്കം കുറിച്ചത്. ഇത്തിഹാദ് റെയിലിന്റെ പ്രധാന ഭാഗമായ അബുദാബി ദുബൈ അതിവേഗ പാതയാണ് ആദ്യഘട്ടത്തിൽ സജ്ജമാകുന്നത്. ഈ പാതയിലെ സ്റ്റേഷനുകളുടെ രൂപകൽപ്പനയ്ക്കും അനുബന്ധ ജോലികൾക്കുമാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത്. മെയ് 7 വരെ ടെൻഡർ സമർപ്പിക്കാം. പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അബുദാബിക്കും ദുബൈക്കും ഇടയിലുള്ള യാത്രാ ദൈർഘ്യം 30 മിനിറ്റായി കുറയും. 2030 അബുദാബി ദുബൈ പാത പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബുദാബിയിലെ അൽസാഹിയയിൽ നിന്ന് ദുബൈയിലെ അൽ ജദ്ദാഫ് വരെ 150 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. ഇതിൽ 31 കിലോമീറ്റർ തുരങ്കപാതയാണ്. അൽസാഹിയ, സാദിയാത്ത് ഐലൻഡ്, യാസ് ഐലൻഡ്, അബുദാബി എയർപോർട്ട്, അൽ ജദ്ദാഫ് എന്നിവിടങ്ങളിലാണ് സ്റ്റേഷനുകൾ. ആദ്യഘട്ടത്തെ 4ആയി വിഭജിച്ചിട്ടുണ്ട്. അൽസാഹിയ മുതൽ യാസ് ഐലൻഡ് വരെ 23.5 കിലോമീറ്റർ നീളമുള്ളതാണ് ഒന്നാമത്തേത്. യാസ് ഐലൻഡ് മുതൽ അബുദാബി ദുബൈ അതിർത്തി വരെ 64.2 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടത്തിൽ അൽ ജദ്ദാഫിൽ നിന്ന് അബുദാബി ദുബൈ അതിർത്തി വരെ 52.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ്. അബുദാബി എയർപോർട്ട് ഡെൽറ്റ ജംഗ്ഷൻ മുതൽ അബുദാബി എയർപോർട്ട് സ്റ്റേഷൻ വരെ 9.2 കിലോമീറ്റർ വരുന്ന പാതയുടെ നിർമ്മാണമാണ് നാലാം ഘട്ടം. അബുദാബി നഗരത്തിനുള്ളിലെ 10 സ്റ്റേഷനുകളുള്ള ഇന്നർ സിറ്റി റെയിൽവേ ശൃംഖല വികസിപ്പിക്കുന്നതാണ് ഇത്തിഹാദ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടത്തിൽ അബുദാബിയെയും അൽ ഐനെയും ബന്ധിപ്പിക്കുന്ന പാത നിർമ്മിക്കും. ദുബൈയെയും ഷാർജയെയും അതിവേഗ പാതയുമായി ബന്ധിപ്പിക്കുന്നതാണ് നാലാം ഘട്ടം. മീഡിയ 1 ദുബൈ. ബഹ്റൈനിൽ കൊള്ളപ്പലിശ ഈടാക്കി വായ്പ നൽകി പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന അനധികൃത സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി. ഇത്തരത്തിൽ വായ്പ നൽകുന്നത് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിയമവിരുദ്ധ ഫണ്ട് ഉപയോഗിച്ചാണ്. അനധികൃത പലിശ ഇടപാടുകൾ നടത്തുന്നവരുടെ ചതിയിൽ കുടുങ്ങരുതെന്നും എംബസി മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലേക്ക് തൊഴിലാളികളെ അയക്കുന്നതിന് വിലക്കേർപ്പെടുത്താനൊരുങ്ങിയ ഫിലിപ്പൈൻസ്. കുവൈറ്റിലെ ഫിലിപ്പീനി തൊഴിലാളികളുടെ മരണങ്ങളെ തുടർന്നാണ് വിലക്കേർപ്പെടുത്താനുള്ള നീക്കം. ഇത് സംബന്ധിച്ച് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറുമായി ചർച്ച നടത്തിയതായി മൈഗ്രന്റ് വർക്കേഴ്സ് സെക്രട്ടറി ഹാൻസ് കാക്ടാക് സ്ഥിരീകരിച്ചു. ഫിലിപ്പീനി തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും അത്യന്തം പ്രധാനമാണെന്ന് കാക്ടാക് കൂട്ടിച്ചേർത്തു. 2 ലക്ഷത്തിലധികം ഫിലിപ്പീനി തൊഴിലാളികളാണ് കുവൈറ്റിലുള്ളത്. ദമാമിൽ വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ മലയാളിയെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിച്ചു. മൂവാറ്റുപുഴ സ്വദേശി റംസാലിനെയാണ് വെന്റിലേറ്റർ സഹായത്തോടെ നാട്ടിലേക്ക് എത്തിച്ചത്. ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രവാസി കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് യാത്രയൊരുക്കിയത്. 2.5 മാസം മുമ്പ് ദമാം റിയാദ് റോഡിൽ വെച്ചായിരുന്നു അപകടം. പിക്കപ്പ് വാഹനം റംസാലിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയാണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് ദമാം ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിലെത്തിച്ച റംസാലിന് ഇതിനിടയിൽ അപസ്മാരം പിടിപെട്ടു. ഗുരുതരാവസ്ഥയിലായ റംസാൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് പിന്നീട് കഴിഞ്ഞു വന്നിരുന്നത്. വിവരം സാമൂഹ്യപ്രവർത്തക മഞ്ജു മണിക്കുട്ടൻ ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയും തുടർ ചികിത്സക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഒപ്പം സൗദി, എറണാകുളം എക്സ്പാട്രിയേറ്റ് ഫെഡറേഷനും ഇടുക്കി എംപിയായ ഡീൻ കുര്യാക്കോസും ഇടപെട്ട് സാമ്പത്തിക നിയമ നടപടികൾ വേഗത്തിലാക്കി. ഒടുവിൽ ഡോക്ടറുടെയും വെന്റിലേറ്ററിന്റെയും സഹായത്തോടെ കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ വിമാനത്തിൽ റംസാൽ നാടണഞ്ഞു. മീഡിയ 1 ദമാം. പാലക്കാട് ആരംഭിക്കാനിരിക്കുന്ന മദ്യനിർമ്മാണ കമ്പനി CPM BJP സംയുക്ത സഹകരണത്തോടെ ഇന്ന് സന്ദീപ് വാര്യർ. കമ്പനി ഉടമയ്ക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. റിയാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സന്ദീപിന്റെ ആരോപണം. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മദ്യനിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയത്. BJP CPM ഡീലിന്റെ ഭാഗമായാണ് മദ്യനിർമ്മാണ കമ്പനി പാലക്കാട് തുറക്കാനിരിക്കുന്നത്. കമ്പനി ഉടമക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധമുണ്ട്. നേരത്തെ BJP സഖ്യകക്ഷിയായ അകാലിദളിന്റെ MLA ആണ് ബ്ലൂബെറീസിന്റെ ഉടമയെന്നും അദ്ദേഹം ആരോപിച്ചു. കമ്പനി പാലക്കാട് കൊണ്ടുവരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരവധി കേസുകളിൽ അന്വേഷണ വിധേയമാക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ ഒയാസിസ് ബ്രൂവറീസ്. പല മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട പല ക്രമക്കേടുകളും നടത്തിയതായി ആരോപണമുള്ള കമ്പനിയാണ്. വാട്ടർ പൊല്യൂഷൻ്റെ പേരിൽ നടപടി നേരിട്ടുള്ള കമ്പനിയാണ്. അത്തരമൊരു കമ്പനിയാണ് പാലക്കാട്ട് മദ്യനിർമ്മാണം ഏൽപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അതിന് പുറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കപ്പെടാവുന്നതാണ്. പ്രത്യേകിച്ച്
BJPയുമായി ബന്ധമുള്ള, BJP നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള, ഉത്തർപ്രദേശിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് പാലക്കാടും മദ്യനിർമ്മാണത്തിനായി വന്നിട്ടുള്ളത്. നെയ്യാറ്റിൻകര സമാധി വിഷയത്തിൽ മതത്തെയും ജാതിയെയും കൂട്ടുപിടിക്കരുതെന്നും വിഷയം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിശ്വാസത്തിനേക്കാൾ ഉപരിയാണ് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ മരണം മൂടിവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന് തോന്നിയാൽ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ പരാതി കൊടുക്കാം. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരിശോധന നടത്താൻ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾക്ക് അധികാരമുണ്ട്. റിയാദ് OICC സംഘടിപ്പിക്കുന്ന പാലക്കാടൻ തേരുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഫൈസൽ ബാഹസൻ, ഷിഹാബ് കരിമ്പാറ, രാജു പപ്പുള്ളി, ഹക്കീം പട്ടാമ്പി, മൊയ്തു മണ്ണാർക്കാട് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ജിദ്ദയിൽ സംഘടിപ്പിച്ച ഹജ്ജ് എക്സ്പോ സമാപിച്ചു. 90ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എക്സ്പോയുടെ ഭാഗമായി. ഹജ്ജ് സേവനങ്ങൾ മികവുറ്റതാക്കാനുള്ള വിവിധ പദ്ധതികളും സാങ്കേതിക വിദ്യകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. മക്കയും മദീനയും വരും വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നതിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്നതായിരുന്നു 4 ദിവസങ്ങളിലായി നടന്ന ഹജ്ജ് എക്സ്പോ. ജിദ്ദ സൂപ്പർ ഡോമിൽ 90ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത എക്സ്പോയിൽ വെച്ച് ഇന്ത്യയുൾപ്പെടെ വിവിധ രാജ്യങ്ങളുമായുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാർ ഒപ്പിടൽ ചടങ്ങും നടന്നു. കഅബയുടെ വിവിധ അവശേഷിപ്പുകളും സംസം കിണറിന്റെ ആദ്യകാല രൂപവുമെല്ലാം കാണാനും മനസ്സിലാക്കാനും എക്സ്പോ അവസരമൊരുക്കി. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ട വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ മുഴുവൻ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരും വർഷങ്ങളിലുള്ള ഹജ്ജ്, ഉംറ, തീർത്ഥാടനം എന്തുകൊണ്ടും തീർത്ഥാടകർക്ക് സുഖപ്രദമായിരിക്കും, സൗകര്യപ്രദമായിരിക്കും എന്നുള്ളത് വായിച്ചെടുക്കാൻ സാധിക്കും. തീർത്ഥാടകരുടെ യാത്രയും നടപടിക്രമങ്ങളും എളുപ്പമാക്കുന്നതിനായി സൗദി ജവാസാത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ അവതരണം ഹജ്ജ് എക്സ്പോയിലെ പ്രധാന ആകർഷങ്ങളിൽ ഒന്നായിരുന്നു. തീർത്ഥാടകരുടെ മുഖവും വിരൽ അടയാളവും സ്കാൻ ചെയ്തുകൊണ്ട് ഓരോ രാജ്യത്തു നിന്നും എത്തുന്ന തീർത്ഥാടകരുടെ മുഴുവൻ വിവരങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളും എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു. മുൻ വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പുത്തൻ അനുഭവങ്ങൾ ഈ വർഷം ഹജ്ജ് തീർത്ഥാടകർക്ക് ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനകൾ നൽകിയാണ് ഹജ്ജ് എക്സ്പോ അവസാനിച്ചത്. മീഡിയ 1, ജിദ്ദ. സൗദിയിലെ സക്കാക്കയിൽ മരിച്ച മലയാളിയുടെ ഖബറടക്കം പൂർത്തിയായി. മലപ്പുറം മഞ്ചേരി സ്വദേശി തയ്യൽ സിദ്ദിഖാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഗാരയിലായിരുന്നു ഖബറടക്കം. സക്കാക്ക ഗാരയിൽ ജോഫ്കോ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സൗദി ജുബൈൽ മലയാളി സമാജത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തോമസ് മാത്യു മാമൂടനാണ് പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി ബൈജു അഞ്ചലിനെയും ട്രഷററായി സന്തോഷ് ചങ്കിക്കലിനെയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഹെൽപ്പ് ഡെസ്ക് കൺവീനറായി രാജേഷ് കായംകുളത്തെയും തെരഞ്ഞെടുത്തു. മുസ്ലിം ഭീതി സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണത്തിനായി CPM ശ്രമിക്കുന്നതായി മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ. സൗദിയിലെ യാംബുവിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാംബു KMCC സംഘടിപ്പിച്ച സമകാലിക കേരള രാഷ്ട്രീയം എന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിന് പരവതാനി വിരിക്കുന്ന സമീപനങ്ങളാണ് കേരളത്തിലെ CPM നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ മോഹനൻ മാഷും ഈ വിജയരാഘവനുമൊക്കെ ശക്തമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുമ്പോൾ സംഘപരിവാറിന്റെ നാവുകടം കൊണ്ട് അവരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ അവർ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കും. KP കരീം താമരശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാസർ നടുവിൽ അധ്യക്ഷനായിരുന്നു. ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് ദുബായ് കേരള 2024 നേടിയ സിറാജ് മുസ്ലിയാരകത്തിനെയും KMCC സുരക്ഷാ പദ്ധതി കോർഡിനേറ്റർമാരെയും ചടങ്ങിൽ ആദരിച്ചു. സിദ്ദിഖുൽ അക്ബർ, നിയാസ് പുത്തൂർ, അബ്ദുൽ കരീം പുഴക്കാട്ടിരി തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1, യാംബു. കുവൈറ്റിലെ സബാഹ് അൽ അഹമ്മദിൽ നടത്തിയ ഗതാഗത സുരക്ഷാ ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 981 നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിയമലംഘനം നടത്തിയ 10 പേരെ കസ്റ്റഡിയിലെടുത്തു. 27 വാഹനങ്ങളും 2 മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച കുട്ടികളെ ജുവനൈൽ പ്രോസിക്യൂഷനിലേക്ക് കൈമാറി. റോഡുകളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന. പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് രാജ്യത്ത് ക്യാമ്പയിൻ വ്യാപിപ്പിച്ചത്.
കോതമംഗലം മൂവാറ്റുപുഴ പ്രവാസി കൂട്ടായ്മയായ ആശ്രയം UAE-യുടെ 25ാം വാർഷികാഘോഷം ദുബായിൽ നടന്നു. വുഡ്ലം പാർക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. റഷീദ് കോട്ടയിൽ, ഉമർ അലി, സുനിൽ പോൾ, നെജി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പീസ് വാലി പാലിയേറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിനുള്ള ആംബുലൻസിന്റെ താക്കോൽദാനവും നടന്നു. ആശ്രയം കുടുംബാംഗങ്ങളുടെ കുക്കറി ഷോ, വിവിധ കലാകായിക മത്സരങ്ങൾ, മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിച്ച ട്രിക്സ് മാനിയ എന്നിവയും അരങ്ങേറി. കുവൈറ്റിൽ ഉൽപ്പന്ന വിലകൾ നിയന്ത്രിക്കുന്നതിനുള്ള ഏകീകൃത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വിപുലീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീലും സാമൂഹ്യ മന്ത്രി ഡോക്ടർ അംതാൽ അൽ ഹുവൈലയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച കരാറിലെത്തിയത്. കോപ്പറേറ്റീവ് സ്റ്റോറുകളിലെ ഉൽപ്പന്ന വിലകൾ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് കരാർ. രാജ്യത്തെ സംഭരണം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സഹകരണവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിപണിയിലെ ഡിജിറ്റൽ പരിവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും ഭക്ഷ്യസുരക്ഷയും വിപണി സ്ഥിരതയും വികസിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് കരാർ നടപ്പിലാക്കുന്നത്. കുവൈറ്റിൽ പിതാവിനെ കൊന്ന സ്വദേശിക്ക് വധശിക്ഷ. കുവൈറ്റിലെ ഫിർദൌസിൽ നടന്ന കൊലപാതകത്തിലാണ് പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചത്. അമ്മയുമായുള്ള തർക്കം അക്രമത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായതായി പ്രോസിക്യൂഷൻ വാദിച്ചു. കുവൈറ്റ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് സമാപനം. അബാസിയ ആസ്പെയർ ഇന്ത്യൻ സ്കൂളിൽ നടന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ ഇടവക വികാരി സാമുവൽ CP അധ്യക്ഷനായി. അഹമ്മദി സെന്റ് പോൾസ് ആംഗ്ലിക്കൻ പള്ളി ചാപ്ലിൻ ഡോക്ടർ മൈക്കൽ എംബാണോ മുഖ്യാതിഥിയായി. മെത്രാപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർക്കൂറിലോസ്, റോയ് K. യോഹനാൻ, ജോൺ കോർ എപ്പിസ്കോപ്പ, റവറൻ ഫാദർ സ്റ്റീഫൻ നെടുവക്കാട്ട് എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടിയുടെ ഭാഗമായി വർണ്ണാഭമായ വിവിധ കലാപരിപാടികളും നടന്നു. സാജു പോൾ, റോയ് കുര്യാക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രവാസി വെൽഫെയർ കുവൈറ്റ് അബ്ബാസിയ സോൺ കേരളോത്സവം സീസൺ 3 ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KM നസീർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അനിയൻ കുഞ്ഞു പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സമിതി അംഗങ്ങളായ ഗിരീഷ് വയനാട്, റഫീഖ് ബാബു, ഷൌക്കത്ത് വളാഞ്ചേരി എന്നിവർ വിജയികൾക്ക് ആശംസകൾ നേർന്നു. AK സമീർ, സിയാസ് അബൂബക്കർ, നൂറ, അൻവർ സയ്യിദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനതാ കൾച്ചർ സെന്റർ കുവൈറ്റ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. APM സലീമിനെ പ്രസിഡന്റായും സമീർ കൊണ്ടോട്ടിയെ ജനറൽ സെക്രട്ടറിയായും മണി പാനൂരിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വനം ഭേദഗതി ബില്ല് പുനഃപരിശോധിക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് EK ദിനേശൻ നേതൃത്വം നൽകി. റഷീദ് കണ്ണവം, അതുൽ, അബ്ദുള്ള, സലീം അബ്ബാസിയ എന്നിവരെ സഹഭാരവാഹികളായും തെരഞ്ഞെടുത്തു. പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ഹിൽവുഡിന്റെ ഫർണിച്ചർ ഷോറൂം ഹോംവർക്ക് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് അൽഖൂസിലെ ഗോഷി സിറ്റി കോംപ്ലക്സിലാണ് ഷോറൂം. കസ്റ്റമൈസ്ഡ് ഫർണിച്ചറിന്റെ വലിയ ശേഖരവുമായാണ് ഹോംവർക്ക് ഷോറൂം ദുബൈയിൽ പ്രവർത്തനം ആരംഭിച്ചത്. റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരത്തിലും രൂപകൽപ്പനയിലും ഉപഭോക്താക്കളുടെ സംതൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതാണ് ഗ്രൂപ്പിന്റെ വിജയമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. തുടക്കം തൊട്ട് നമ്മൾ മര വ്യവസായത്തിലുണ്ടായിരുന്നത്. എൻ്റെ ഫാദറിട്ട് ഏകദേശം 10-25 വർഷത്തോളം ഫാദറിൻ്റെ കൂടെ ഞാൻ തന്നെ 40 വർഷത്തോളമായി. നിലവിൽ കൊച്ചി, ബംഗളൂരു, കോഴിക്കോട് നഗരങ്ങളിൽ ഹോംവർക്ക് ഷോറൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. GCC രാഷ്ട്രങ്ങളിലേക്ക് ബിസിനസ് വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഹോംവർക്ക് ദുബൈയിലേക്ക് ചുവടുവെക്കുന്നത്. ഞങ്ങൾ ടിമ്പറാണ് ഇപ്പോൾ ഫാദർ മുതൽ തുടങ്ങിയൊരു ബിസിനസ്സാണ് ടിമ്പർ. ആ ടിമ്പർ മുതൽ ഫാദർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് 2016 ഫസ്റ്റ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോംവർക്ക് കാലിക്കറ്റ്. പിന്നെ 2018 നമ്മൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത്, കഴിഞ്ഞ് 2023 നമ്മൾ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു. 24 ഇപ്പം ഇവിടെയും സ്റ്റാർട്ട് ചെയ്ത്. ഹോംവർക്ക് ഡയറക്ടർമാരായ ഷിബിൽ മൊയ്തീൻ, ഷാദ് മുഹമ്മദ്, വ്യവസായ പ്രമുഖരായ അമീൻ AP, ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ, നൂർഷ കള്ളിയത്ത്, AP സമദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദുബൈ. ഇന്നത്തെ കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 23 രൂപ 07 പൈസ, UAE ദിർഹം 23 രൂപ 57 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 74 പൈസ, ഒമാൻ റിയാൽ 225 രൂപ 67 പൈസ, കുവൈറ്റ് ദിനാർ 280 രൂപ 57 പൈസ, ബഹ്റൈൻ ദിനാർ 229 രൂപ 72 പൈസ. പ്രധാന ഗൾഫ് നഗരങ്ങളിലെ താപനില.
ദുബായ് കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 15 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 11, കൂടിയ താപനില 22. മനാമ കുറഞ്ഞ താപനില 12 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 20 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 0.9 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്.